പെണ്ണേ, അനക്ക് കുടുംബത്ത് ഒതുങ്ങിയിരിക്കാന്ന് അറിയില്ലേ? എന്നും പുറത്തന്നെയല്ലോ. ഇപ്പം കാണുന്നവർക്ക് മൊത്തം ചോദിക്കാനുള്ള ചോദ്യം ഇതാട്ടോ. ചിലർ തമാശ രൂപേണയാണെങ്കിൽ ചിലർ നാക്കി പറയണതാ. അപ്പം നമ്മൾ ഇന്നൊരു കറക്കാണ്. ട്രിപ്പൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞു ബിസിനസ് മീറ്റിംഗ്. നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡാണല്ലോ മുഖ്യം. നമ്മൾ ഈ രാപ്പകലില്ലാതെ അധ്വാനിക്കണം തന്നെ വിശക്കുമ്പോൾ വയറേറിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ശാരീരികമായിട്ടൊന്നും തീരെ വയ്യാത്ത ദിവസമാണെങ്കിലും എന്നെ എല്ലാം കൂടി പൊക്കിയെടുത്ത് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. ഞാൻ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുള്ളൂ അത്രേ. അതിന് മാത്രം എനിക്കെന്താ പ്രത്യേകത ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക എൻ്റെ തൊള്ളവളി എന്നെ അല്ലാതെ എന്താണ്. അത് കേട്ടപ്പോൾ ഇനി ഞാൻ വാ തുറക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്കുണ്ടോ അതൊക്കെ പറ്റണോ? അവിടെ എത്തണ വരെ എൻ്റെ വാചകടി തുടർന്നുകൊണ്ടേയിരുന്നു. ലൊക്കേഷൻ നോക്കിയുള്ള പോക്കായോണ്ടേ അമ്മായി ആദ്യമൊന്നും വഴിയൊക്കെ തെറ്റിച്ചു. പിന്നെ ചോദിച്ചു പോകാമെന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിൽ അവിടെ എത്തി. ഇന്നത്തെ മീറ്റിങ്ങിൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടോ. അറിവാണല്ലോ മെയിന്. പഠിക്കണ കാലത്ത് പോലും ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാതെ പെടലി വിളിക്കുക പോലെ ഒരു അവസ്ഥയായിരുന്നു. കിടന്നു പോയ വർക്ക് മൊത്തം കഴിയുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കാണാൻ കയറി. എൻ്റെ ഒരു കേക്കിൻ്റെ കാശ് അങ്ങനെ അവിടെ പോയി കിട്ടി. ഇക്കണക്കിന് പോയാൽ ഞാൻ കുറേ സമ്പാദിക്കില്ലേ? നല്ല ലാഭത്തൊന്നും ഇല്ലാണ്ടേ തട്ടി മുട്ടിയൊക്കെ ജീവിക്കണേ. ഇതെല്ലാം ഇതിനപ്പുറം സഹിക്കേണ്ടി വരില്ലേ? ഒരു ഇഞ്ചക്റ്റ് അങ്ങോട്ട് ചെയ്തപ്പോൾ ബാക്കിലോട്ട് തിരിഞ്ഞ് ഇവരെയൊക്കെ ചീത്ത വിളിക്കാൻ പാകത്തിന് ഞാനും ഓക്കെ ആയി കേട്ടോ. ഇനി വീട്ടിലെത്തി വർക്ക് തുടങ്ങട്ടെ. എല്ലാം നാളെ ഡെലിവറി ചെയ്യേണ്ട കേക്കുകളാണ്. ഇന്ന് ഉറക്കം കളഞ്ഞാൽ നാളെ പണിയെടുത്ത് നേരത്തെ റെസ്റ്റ് എടുക്കാം.